പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. ഹൈറിച്ചിൻ്റെ കേസുകളൊക്കെ ഇനി ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ. എങ്കിൽ കൂടി ചില ദാരുണമായ സംഭവങ്ങളൊക്കെ ഹൈറിച്ചിൻ്റെ കമ്മ്യൂണിറ്റി, ഇത് പറയുന്നത് കമ്മ്യൂണിറ്റി കുടുംബം എന്നൊക്കെയാണല്ലോ, അപ്പോൾ കുടുംബത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അതിനൊന്നും യാതൊരു കാര്യങ്ങളും കമ്പനിയുടെ ഭാഗത്ത് നിന്ന്, കമ്പനി എന്ന് പറയാൻ പറ്റില്ല, കമ്പനിയുടെ സിഇഒയുടെ ഭാഗത്ത് നിന്ന് അതിനെ ആശ്വസിപ്പിക്കാനോ അല്ലെങ്കിൽ ഇത്തരം പ്രവൃത്തികൾ ഒന്നും ആരും തുനിയേണ്ടതില്ല. നമ്മൾ കേസ് എത്രയും പെട്ടെന്ന് തീർക്കും, അല്ലെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് പിൻവാങ്ങും, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ആശ്വാസവാക്ക് പോലും കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ആരും പറയുന്നതായിട്ട് കേൾക്കുന്നില്ല. ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാം ചുമലിലേറ്റി നടക്കുന്ന സൊസൈറ്റിയുടെ ഭാഗത്തു നിന്നും യാതൊരു കമൻറ്റുകളും ഇതിനെക്കുറിച്ച് വരുന്നതായിട്ട് കാണുന്നില്ല. എന്തായാലും ശ്രീന ഈ FIR ഇട്ട പോലീസ് സ്റ്റേഷനുകളിലെല്ലാം തന്നെ അവിടെ ഹാജരായി മൊഴിയെടുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിയാണ്. അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ മാഡം പറഞ്ഞ റീൽസ്, ക്രിസ്മസുമായി ബന്ധപ്പെട്ട് 2 റീൽസ് ഞാൻ ഏറ്റിട്ടുണ്ട്, പ്രൊമോഷൻ റീൽസ് ഞാൻ ഏറ്റിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അത് 25-ാം തീയതിക്ക് തന്നെ കാണാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഹൈറിച്ചിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും. അതൊക്കെ കണ്ടിട്ട് വേണം അവർക്ക് ഒന്ന് സന്തോഷിക്കാൻ വേണ്ടിയിട്ട്. അവർക്ക് പണം പോയാലും പ്രശ്നമില്ല, അവർക്ക് റീൽസ് കണ്ട് അതിൻ്റെ അടിയിൽ ജയ് വിളിക്കാനും ഹൃദയത്തിൻ്റെ സിമ്പിളിടാനുമാണ് എല്ലാവരും തന്നെ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും കഴിഞ്ഞ ദിവസം ശ്രീന പ്രതാപൻ കണ്ണൂർ ജില്ലയിലെ FIR ഇട്ട പോലീസ് സ്റ്റേഷനുകളിലൊക്കെ വന്ന് ഹാജരായി അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ ഹാജരായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് തുടരുക തന്നെ ചെയ്യും. 5-ാം തീയതിയാണ് ശ്രീന പ്രതാപൻ്റെ ജാമ്യത്തിലെ അടുത്ത വാദം വച്ചിരിക്കുന്നത്. അന്ന് തന്നെയാണ് ബഡ്സ് കേസും ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് ആൾക്കാർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അവർ FIR രജിസ്റ്റർ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലയിൽ മറ്റൊരു FIR കൂടി രജിസ്റ്റർ ചെയ്യപ്പെട്ടു. രജിസ്റ്റർ ചെയ്യുന്നതിനെക്കുറിച്ച്, FIRനെ കുറിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് ഒരു നിക്ഷേപക ചോദിച്ചപ്പോൾ എന്തായാലും FIR രജിസ്റ്റർ ചെയ്യണം, നിങ്ങൾ പണം നഷ്ടപ്പെട്ടു എന്നതിൻ്റെ ഒരു രേഖയാണ് FIR, അല്ലാതെ നിങ്ങൾ ഇനിയും കാത്തിരുന്നിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് FIR രജിസ്റ്റർ ചെയ്യുക എന്നുള്ള ഉപദേശമാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരും അവരുടെ കുടുംബാംഗങ്ങളും എല്ലാവരും തന്നെ FIR രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഹൈറിച്ചിൻ്റെ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള പുതിയ വാർത്തകൾ. സൊസൈറ്റിയുമായി ബന്ധപ്പെടുന്ന ആൾക്കാരും പറയുന്നു, ജനുവരി വരെ കാത്തു നിൽക്കൂ, എന്നിട്ട് നമുക്ക് ഒരു തീരുമാനത്തിൽ എത്താം എന്നുള്ള കാര്യമാണ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ആൾക്കാരും പറയുന്നത്. സൊസൈറ്റി എന്ന് പറയുന്നത് ഭൂരിഭാഗവും പണം ഉണ്ടാക്കിയ ആൾക്കാർ പണം നഷ്ടപ്പെട്ടവരെ വിഡ്ഢികളാക്കുന്ന ഒരു പരിപാടിയാണെന്ന് വീണ്ടും പറയാതെ വയ്യ.